ഇടുക്കി രാമക്കൽമേട് ശ്രീരാമ സീതാദേവി ക്ഷേത്രത്തിലും ഭക്തി നിർഭരമായി അവിടെ ദീപം തെളിയിക്കുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിനെ, കേരളത്തിൽ എല്ലായിടങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല, നേരത്തെ പലകുറി പറഞ്ഞ പോലെ രാഷ്ട്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഭക്തർ ദീപം തെളിയിച്ച് അങ്ങനെ ശ്രീരാമചന്ദ്രനെ സ്വന്തം മണ്ണിലേക്കുള്ള മടങ്ങിവരവ് ആഘോഷമാക്കി മാറ്റുകയാണ്. രാമക്കൽമേടിൽ എന്താണ് ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും രാമ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട്, പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇടുക്കി ജില്ലയുടെ പല കോണുകളിലും ക്രമീകരിച്ചിരുന്നത്. പ്രധാനമായും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ശ്രീരാമചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഇടുക്കി ജില്ല. ഞാനിപ്പോൾ ഉള്ളത് രാമക്കൽമേട്ടിലാണ്. രാമക്കൽമേട്ടിലെ ഏറ്റവും അപൂർവമായ പ്രതിഷ്ഠകളിലൊന്നായ ശ്രീരാമ സീതാദേവി ദമ്പതി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഐതിഹ്യപ്രകാരം ശ്രീരാമൻ ഇവിടെ എത്തി എന്നുള്ളതാണ്. വനവാസകാലത്ത് സീതാദേവിയെ നഷ്ടപ്പെട്ട ശേഷം സീതാദേവിയെ തിരഞ്ഞ് ശ്രീരാമനും വാനരപ്പടയും ഇവിടെ എത്തി എന്നുള്ള ഒരു ഐതിഹ്യമാണ് പ്രധാനമായും ഇവിടെയുള്ളത്. ഇവിടെ നിന്നാണ്, അതായത് ഈ ഒരു രാമക്കൽമേടിന് അടിവാരത്ത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ശ്രീരാമൻ മലമുകളിലേക്ക് കയറുന്നത്. അതായത് രാമക്കല്ല് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കയറുന്നത്, മലമുകളിലേക്ക് കയറുന്നത്. അവിടെ നിന്ന് ഈ ലങ്ക, അതായത് രാമേശ്വരം, അതുപോലെ തന്നെ ലങ്ക എന്ന ആ ഒരു ദിശ കണ്ടെത്തിയത് രാമൻ ഇവിടെ നിന്ന് രാംലാല പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ രാമക്കൽമേടിൽ എടുക്കുന്നത് രാവിലെ മുതൽ തന്നെ വിപുലമായ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വൈകുന്നേരത്തോടു കൂടി ഈ ഒരു ദീപാലങ്കാരത്തോടു കൂടി ആ ഒരു ശ്രീരാമന്റെ രണ്ടാം തലവ് വിപുലമായി തന്നെ ദീപം തെളിച്ച ഒരു വലിയ ഭക്ത സമൂഹത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ ദീപം തെളിച്ചിട്ടുള്ള ആ ഒരു ചടങ്ങ് അവർ ആചരിക്കുന്നത്. വിപുലമായ ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇവിടെ ക്രമീകരിച്ചിരുന്നു. നമുക്കിപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. അധികം ആരും അറിയാതെ കിടന്ന ഒരു ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ഈ രാമക്കൽമേട് എന്ന് പറയുന്ന പ്രദേശം. അധികമാരും ഈ ഒരു ഐതിഹ്യമോ അല്ലെങ്കിൽ ഈ ഒരു ചരിത്രമോ അധികമാരും അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അധികമാരും അറിയാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ആ ഒരു ശ്രീരാമന്റെ ആ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ, പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അതിന്റെ ഒരു ആഘോഷം, അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ആഘോഷത്തിന്റെ പാരമ്പര്യത്തിൽ തന്നെയാണ് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിൽ നിന്നുള്ള ശരി.